ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. इस 3 दिन आपका साथ रुकने के लिए और आपका साथ संगति करने के लिए परमेश्वर में एक अच्छा मौका दिया है. ഈ 3 ദിവസവും നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാനും നിങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കുചേരുവാനും ദൈവം എനിക്ക് നല്ലൊരു അവസരം ഒരുക്കി തന്നു. इस नया साल में ഈ പുതിയ ഒരു വർഷത്തിൽ इस 3 महीने में ഈ 3-ാം മാസം आप सभी लोग को मिलने के लिए और आपका साथ संगति करने के लिए मेरे को बहुत बहुत खुशी है. ഞാൻ വളരെ സന്തോഷവാനാണ് നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാനും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കുചേരുവാനും ദൈവം എന്നെ സഹായിച്ചു. ज़्यादा साल का पहले हजारों लोग को बच्चों के साथ काम करने के लिए मेरे को मौका मिला. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് കുട്ടികളുടെ കൂട്ടത്തിൽ ദൈവത്തിന്റെ വേല ചെയ്യുവാനായിട്ട് ദൈവം എനിക്ക് നല്ലൊരു അവസരം നൽകി തന്നു. और hundreds of villages में काम करने के लिए परमेश्वर मेरे को मौका दिया. 100ഓളം ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ദൈവത്തിന്റെ വേലയിലായിരിക്കുവാനായിട്ടും ദൈവം എനിക്ക് നല്ലൊരു അവസരം ഒരുക്കി തന്നു. और ज़्यादा से ज़्यादा स्टाफ लोग को भी साथ भी काम करने के लिए परमेश्वर मेरे को मौका दिया. വളരെ കൂടുതൽ എന്ന് വെച്ചാൽ വളരെ കൂടുതൽ സ്റ്റാഫുകളുള്ള ഒരു സ്ഥലത്ത് അവരെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടും ദൈവം എനിക്ക് നല്ലൊരു അവസരം നൽകി തന്നു. शायद मैं कहाँ भी जाएंगे बच्चे लोग को देखेंगे मेरा हाथ बहुत खुशी होता है. ഞാൻ എവിടെ കടന്നു പോയാലും കുട്ടികളെയൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയം വളരെയധികം സന്തോഷിക്കുന്നു. ऐसा बोलता है लोग में ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമായിരിക്കും, आप बच्चा होने के समय बहुत खुशी होता है आपके जीवन में. നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷമുള്ള ദിനങ്ങൾ നമുക്ക് ലഭിക്കുന്നതെന്ന്. हमको कुछ नहीं जानते हैं. നമുക്ക് ചില കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. अच्छे से खेलने की इच्छा है, നമുക്ക് കളിക്കുവാനുള്ള ആഗ്രഹം കാണും. अच्छे खाने इच्छा है, ഭക്ഷണം കഴിക്കുവാനുള്ള ആഗ്രഹം കാണും. और अच्छा हमारा दोस्त लोग को समय खर्चा करने के लिए भी इच्छा है. നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമായിരിക്കും. और हम बूढ़ा होने के भी ऐसा तरफ हमको एक मौका मिलता है. നമ്മൾ വൃദ്ധന്മാരാകുമ്പോഴും വൃദ്ധകളാകുമ്പോഴും നമുക്ക് അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ ലഭിച്ചു എന്ന് വരും. हम कुछ नहीं कर सकते हैं, നമുക്ക് ഇങ്ങനെയും ചിലപ്പോൾ തോന്നുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. लेकिन हम बच्चे के साथ हम भी ऐसा खेलना, खाना, सोना और पीना और अच्छा संगति मिलने के लिए इच्छा है. നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നും കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം, അവരുടെ കൂടെ കളിക്കണം, അവരുടെ കൂടെ കഴിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ. बच्चों का समय हमको बहुत खुशी लेता है जिंदगी में. അവരുടെ കൂട്ടത്തിലുള്ള സമയങ്ങളില്ലെങ്കിൽ നമ്മുടെ ചെറുപ്രായത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയങ്ങൾ നമുക്ക് നല്ല സന്തോഷമുള്ള അവസ്ഥകളാണ് തരുന്നത്. और हम बूढ़ा होने के बाद भी हम बच्चे के तरह बिहेव करते हैं. നമ്മൾ വൃദ്ധന്മാരും ആയിരിക്കുമ്പോഴും നമ്മൾ കുട്ടികളെ പോലെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. आज में बहुत खुशी है सबको मिलने के लिए. ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും കണ്ടതുകൊണ്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ब्रदर सोलोमन साहब हमसे बोला है. സോളമൻ സാർ എന്നോട് ഒരു കാര്യം പറയുകയുണ്ടായി. कल मैं थोड़ा समय बाइबल स्कूल बच्चे लोग से मैं बात किया है. ഇന്നലെ കുറച്ച് സമയം ഞാൻ ബൈബിൾ കോളേജിലുള്ള സഹോദരന്മാരുടെ കൂടെ ചിലവഴിച്ചു. आज सुबह 10-15 मिनट संडे स्कूल चिल्ड्रन के साथ भी मैं बात किया है. ഇന്ന് രാവിലെ ഒരു 15 മിനിറ്റോളം ഇവിടെയുള്ള കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കാനിടയായി. और इस शाम को मैं आपको प्रॉमिस किया है एक छोटा कहानी आपसे बोलने की इच्छा है. ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഒരു പ്രോമിസ് ഞാൻ ചെയ്തായിരുന്നു, നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കഥ ഞാൻ പറയുമെന്ന്. वो कहानी आप सुन सकते हैं पिछले समय में, और लेकिन अभी भी आप सुनने का जरूरत है. ആ കഥ നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ടുള്ള സമയത്ത് കേൾക്കുവാനായിട്ട് സാധിക്കും, പക്ഷെ നിങ്ങൾ ചെവിയോർത്തിരിക്കുക. ओके. किसी बालक से परमेश्वर बात किया, याद कर रहे हैं आप लोग? ഏത് കുട്ടിയോടാണ് ദൈവം സംസാരിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 3 और दूसरा क्लू में दे रहा हूं. ഒരു ക്ലൂ കൂടെ നിങ്ങൾക്ക് തരാം. 3 बार बुलाया है, लेकिन वो बच्चे को नहीं मानता है और याजक भी नहीं मानते हैं. लेकिन याजक बोला है बच्चे से, अगर ऐसा आप और एक बार सुनाएंगे
आप जरूर बोलना जी मैं आपका आवाज सुन रहा हूँ। ആ കുട്ടിയെ 3 പ്രാവശ്യം വിളിക്കുകയുണ്ടായി. പക്ഷേ കുട്ടിക്കൊന്നും മനസ്സിലായില്ല. വീണ്ടും ആ കുട്ടിയോട് മറ്റൊരാൾ പറയുകയുണ്ടായി ഇങ്ങനെയുള്ള കാര്യമുണ്ടെന്ന്. അതിനുശേഷവും മനസ്സിലായില്ല. कोई बोल सकते हैं कौन है वो? वेरी गुड, गॉड ब्लेस यू ऑल। सबको शमूएल का कहानी जरूर जानना है। നിങ്ങൾ എല്ലാവരും ശമൂവേലിന്റെ കഥ പഠിച്ചിരിക്കേണ്ടവരാണ്. मैं इसलिए आपसे आज शमूएल का बारे में बोलने की इच्छा है। ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ശമൂവേലിന്റെ കഥ നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. शमूएल का जीवन बच्चों लोग बाल बालिक लोग को एक अच्छा नमूना है। ശമൂവേലിന്റെ ജീവിതം ബാലനും ബാലികയ്ക്കും ജീവിതത്തിൽ വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. और शमूएल का जीवन और युवा लोग को भी अच्छा नमूना है। ശമൂവേലിന്റെ ജീവൻ നമ്മുടെ യൂത്ത് ആയിരിക്കുന്നവർക്കും ഇതൊരു നല്ലൊരു കാര്യമാണ്. അത് പഠിച്ചിരിക്കുന്നത്. और शमूएल का जीवन सारी परिवार लोग को भी बहुत अच्छा मॉडल है। എല്ലാ പാരിവാരിക ജീവിതത്തിലും ഈ ശമൂവേലിന്റെ ജീവിതം നല്ലൊരു മാതൃകയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. और शमूएल का जीवन सारी कलीसिया लोग को भी अच्छा मॉडल है। ഈ ശമൂവേലിന്റെ ജീവിതം ഒരു സഭയിലുള്ളവർക്കും അവിടെയുള്ള എല്ലാവർക്കും നല്ലൊരു ഉദാഹരണമാണ്. और शमूएल का जीवन सारी देश को और दुनिया को भी बहुत अच्छा नमूना है। ഈ ശമൂവേലിന്റെ ജീവിതം ഈ ലോകത്തെ ഈ ഭൂതലത്തിലുള്ള എല്ലാവർക്കും ഒരു നല്ല നിയമമായി ഒരു നല്ല കഥയായി നമുക്ക് കാണുവാൻ സാധിക്കും. सुबह में आपसे एक छोटा कहानी बोला हूँ। ഞാൻ ഇന്ന് രാവിലെ കുട്ടികളോട് ഒരു ചെറിയ കഥ ഞാൻ പറയുകയുണ്ടായി. आपको याद है एक बालक कैसा उत्तर दिया टीचर को, क्या बनने की इच्छा है उनको? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു കുട്ടി ടീച്ചറിനോട് എങ്ങനെയാണ് ഉത്തരം കൊടുത്തതെന്ന്? मैं एक नेता बनने का इच्छा है। എനിക്കൊരു നേതാവാകാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. लेकिन क्यों वो बेटी नेता बनने की इच्छा है? ആ കുട്ടി എന്തിനാണ് ഒരു നേതാവാകാനായിട്ട് ആഗ്രഹിച്ചത്? उनका ऊपर उनका हृदय में एक अच्छा सोचना है। ആ കുട്ടിയുടെ ഹൃദയത്തിൽ നല്ലൊരു ആലോചന കടന്നു വന്നു. मेरे को नेता काम करेंगे, मेरे को ज्यादा पैसा करप्शन से ले सकता है। ആ നല്ല ചിന്ത എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? നല്ല നേതാവായി കഴിഞ്ഞാൽ എനിക്ക് പല രീതികളിലൂടെ കുറെ പൈസ ഉണ്ടാക്കാം. मैं बहुत अच्छा घर बन सकता हूँ और कितना मोबाइल चाहिए उतना मोबाइल खरीद कर सकते हैं, अच्छा कार बन सकते हैं। मेरा जिंदगी इस दुनिया में बहुत अच्छा से लीड कर सकता हूँ। ഈ ലോകത്തിൽ എനിക്ക് കാറുകൾ വാങ്ങിക്കാം, ഭവനങ്ങൾ നിർമ്മിക്കാം, ഈ ലോകപരമായ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തെടുക്കാം എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. वो सोचा नेता के बनने के बाद मैं ज्यादा करप्शन करके ज्यादा पैसा मांग सकते हैं। ഞാനൊരു നേതാവായതിനു ശേഷം പലവിധമായ കാര്യങ്ങൾ കൈക്കൂലികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞാനൊരു നല്ല ജീവിതം നയിക്കാൻ പറ്റുമെന്ന് ആ കുട്ടി വിചാരിച്ചു. हमारा बाइबल में देखता है शमूएल का जीवन ऐसा जीवन नहीं है। നമ്മൾ ശമൂവേൽ ബാലനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും തന്റെ ചിന്തകൾ ഇങ്ങനെയുള്ള ചിന്തകൾ അല്ലായിരുന്നു. शमूएल का जीवन में एक अच्छा क्रिश्चियन का बारे में आगे बढ़ हुआ। ശമൂവേലിന്റെ ജീവിതത്തിൽ ഒരു നല്ല ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം ആ ഉള്ള രീതികളിലൂടെയാണ് ശമൂവേൽ ചിന്തിച്ചത്. हर दिन बाइबल का पठन हुआ। ആ ശമൂവേൽ എല്ലാ ദിവസവും ബൈബിൾ വേദപുസ്തകം പഠിക്കുന്ന കുട്ടിയായിരുന്നു. हर दिन परमेश्वर के साथ दुआ होने का बेटा है। എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. हर दिन उस मंदिर में परमेश्वर का सेवकाई काम कर रहा है। ഞാൻ ആയിരിക്കുന്ന ആ മന്ദിരത്തിൽ സഭയിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ശമൂവേൽ. ऐसा आगे बढ़ने के बाद वो बहुत बड़ा सुप्रीम कोर्ट जज हो गया है इस्राएल के देश में। അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ താൻ അവിടുത്തെ സുപ്രീം കോർട്ടിന്റെ ഇസ്രായേലുള്ള സുപ്രീം കോർട്ടിന്റെ ഒരു ജഡ്ജിയായി തീരുവാനായിട്ട് ദൈവം ഇടയാക്കി. कोई इच्छा है आप लोग को सुप्रीम कोर्ट जज बनने के लिए? അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ സുപ്രീം കോർട്ടിലെ ജഡ്ജി ആകുവാനായിട്ട്? क्या बोल रहा साहब, मेरे को इस हॉस्टल में पढ़ के कुछ नौकरी देख के मेरा जीवन जीएंगे बहुत अच्छा लगेगा। നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, ഈ സാർ എന്തുവാ പറയുന്നത്, ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊണ്ട് കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ऐसा नहीं है। അങ്ങനെയല്ല. परमेश्वर हम सभी के लिए एक अच्छा
अच्छा अच्छा प्लान है। ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ഒരു പദ്ധതി ഇട്ടതിന് ശേഷമാണ് നമ്മൾ കണ്ടത്. मेरा जीवन में भी ऐसा आपका साथ एक क्रिश्चियन हॉस्टल में आगे बढ़ गया। ഞാനും നിങ്ങളെ പോലെ ഒരു ക്രിസ്ത്യൻ ഹോസ്റ്റലിൽ വളർന്ന ഒരു വ്യക്തിയാണ്. 11 साल में क्रिश्चियन हॉस्टल में आगे बढ़ गया। ഞാൻ 11 വർഷം ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. मेरे को कुछ नहीं जानते हैं, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. सब मेरे को इच्छा है खेलना और फाइट करना और खाना और सोना अच्छा लगता है। അന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കളിക്കണം, അതിനുശേഷം മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കണം, പിന്നെ കഴിക്കണം, പിന്നെ കിടന്നുറങ്ങണം. स्टडीज भी बहुत अच्छा है। എന്റെ ജീവിതത്തിൽ പഠന കാര്യത്തിൽ ഞാൻ നല്ലൊരു കുട്ടിയായിരുന്നു. आई हैड ए डिजायर, मेरे को एक इच्छा है, मैं एक अच्छा कलेक्टर बनने का इच्छा है। എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ല കളക്ടറായി തീരണമെന്ന്. वो कलेक्टर का बारे में ज्यादा सोचा, ज्यादा प्लान किया, करने की कोशिश किया। ഞാനപ്പോൾ കളക്ടറിനെ കുറിച്ച്, കളക്ടറിന്റെ ജോലിയെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അറിയുവാനുമായിട്ട് ആഗ്രഹിച്ചു. वो मेरे को मेरा डिग्री पढ़ने के समय मेरा टीचर फाइनल ईयर डिग्री में वो भी कलेक्टर के लिए एग्जाम लिखा है। എന്നെ പഠിപ്പിച്ച, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചറും കളക്ടർ ആകുവാനുള്ള പരീക്ഷ എഴുതിയ ഒരു വ്യക്തിയായിരുന്നു. वो सब प्रीलिम्स पास हुआ और उसके बाद मेन एग्जाम भी पास हुआ। സാറ് ആദ്യഘട്ടം പാസ്സാവേണ്ടിയിടയായി, അതിനുശേഷം ബാക്കിയുള്ള പരീക്ഷയും എഴുതി അദ്ദേഹം പാസ്സായി. सब पहले एक इंटरव्यू होता है, അതിനുശേഷം ഒരു ഇന്റർവ്യൂ നടക്കുന്നതാണ്. वो इंटरव्यू के जाने के बाद वो इंटरव्यू भी अच्छा दिया है। ആ ഇന്റർവ്യൂവിലും താൻ നന്നായിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. लेकिन वो सोचा है बहुत अच्छा है, आप बहुत मेंस में पास किया और क्या है मेरे प्रीलिम्स पास किया, मेन एग्जाम पास किया और इंटरव्यू भी आप पास किया। അദ്ദേഹം ആദ്യത്തെ പരീക്ഷ 3 ഘട്ടങ്ങളും നന്നായിട്ട് പാസ്സായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. लेकिन आप ज्यादा पैसा देना पड़ेगा मेरे को। അതിനുശേഷമാണ് ആരോ പറഞ്ഞത്, കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ കാര്യം നടക്കും. उसका बाद आपका नौकरी जरूर मिलेगा। ആ പൈസ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ജോലി കൺഫേം ആയി കിട്ടുമെന്ന് ആരോ പറഞ്ഞു. इस तरीका रीति में एक अच्छा पढ़ने का आदमी कलेक्टर बन सकता है। നിങ്ങൾ വിചാരിക്കുന്നു അങ്ങനെ പൈസ കൊടുത്തുകൊണ്ട് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പാസ്സായ ഒരു വ്യക്തി കളക്ടർ ആകുമെന്ന്? मैं वो स्टोरी सुनने के बाद, वो कहानी सुनने के बाद मेरे को उस डिजायर का ड्रीम के ऊपर पूरा दुख गया। അദ്ദേഹത്തിന്റെ ഈ കഥ കേട്ടതിന് ശേഷം എനിക്ക് കളക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഞാൻ അങ്ങ് വിട്ടുകളഞ്ഞു. हम सभी लोग जानते हैं, हम न्यूज़ देख रहा है, നിങ്ങൾ എല്ലാവരും ന്യൂസ് കാണുന്നവരാണ്. कल एक बड़ा न्यूज़ हमारा पेपर में और टीवी में आ रहा है। ഇന്നലെ ടിവിയിലും പത്രത്തിലും ഒരു വലിയ ന്യൂസ് കാണുവാനിടയായി. एक हाई कोर्ट जज दिल्ली में, ഹൈക്കോടതി ഡൽഹിയിലുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിന്റെയാണ് വാർത്ത. उनका घर में हुआ है। അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന കാര്യമാണ്. क्या है आपको याद है? आपको टीवी न्यूज़ देखा? यस, हमको जानते नहीं, वो जज है। നമുക്കറിയാം അദ്ദേഹം ഒരു ജഡ്ജിയാണ്. वो लोग को देश में नीति न्याय पालन करने का जरूरी है। നമ്മുടെ ഈ ദേശത്ത് പലർക്കും നീതിയും ന്യായവും നടത്തി കൊടുക്കുന്ന വ്യക്തിയാണ്. लेकिन उनका जीवन में सारी करप्शन है। പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാം അദ്ദേഹം കൈക്കൂലികൾ വാങ്ങിച്ചുകൊണ്ടാണ് താൻ സേവനം അനുഷ്ഠിച്ചത്. उनका घर में कितना करोड़ों रुपया मिला कोई नहीं पता है अभी। അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്ര കോടി രൂപ ലഭിച്ചെന്ന് ആർക്കും ഒരു അറിയില്ല. गवर्नमेंट भी नहीं बोल रहा है, ഗവൺമെന്റ് അതിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല. सीबीआई भी नहीं बोल रहा है, CBI ഒന്നും മിണ്ടുന്നില്ല. कोई नहीं बोल रहा है, ആരും ഒന്നും മിണ്ടുന്നില്ല. लेकिन वो बड़ा आदमी है। കാരണം അദ്ദേഹം ഒരു വലിയ വ്യക്തിയാണ്. ये हाई कोर्ट जज है, ഹൈക്കോടതിയിൽ ജഡ്ജി ആയിരിക്കുന്ന വ്യക്തിയാണ്. उनको छोड़ने के बहुत मुश्किल होता है। അദ്ദേഹത്തെ ചിലപ്പോൾ വിട്ടുകളയുവാനായിട്ടും പലരും ആഗ്രഹിക്കുന്നുണ്ടാകും. ये है हमारा देश में अभी न्याय व्यवस्था। ഇതാണ് നമ്മുടെ ഈ ദേശത്തിലുള്ള നീതിയും ന്യായവും. अगर न्याय व्यवस्था लोगों को न्याय करने के नहीं मिलता है, कौन लोगों को न्याय करता है? നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ന്യായ വ്യവസ്ഥകൾ ലോകത്തിലുള്ളവർക്ക് ന്യായം കൊടുക്കുന്നില്ല, ഇല്ലെങ്കിൽ ന്യായം വിധിക്കുന്നില്ല. പക്ഷെ ആർക്കാണ് ന്യായം കൊടുക്കുവാൻ വിധിക്കുവാൻ സാധിക്കുന്നത്? लेकिन वो सारे लोग ऐसा जीवन जी रहा है
उन लोग को परमेश्वर का ग्रहण नहीं है। അവർ ജീവിതത്തിൽ ജീവിക്കുന്നുണ്ട്, അവർ ഓരോ ദിവസം ജീവിക്കുന്നുണ്ടെങ്കിലും ഈ സത്യവാനായ ദൈവത്തെ കുറിച്ച് അവർക്ക് ഒരു അറിവുമില്ല. उन लोग को एक धर्म पालना जानते हैं, അവർ ഏതോ ഒരു ധർമ്മത്തിനെ കുറിച്ച് മാത്രം അറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളാണ്. लेकिन सीधे से सीधे परमेश्वर कौन है, परमेश्वर कैसा लगता है, परमेश्वर का कैरेक्टर्स कहाँ है, उनको क्या है, उनको नहीं जानते हैं. നേരിട്ടുള്ള സംസാരത്തിൽ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ സത്യവാനായ ദൈവമാരാണ്, ഈ സത്യവാനായ ദൈവത്തിന്റെ ക്യാരക്ടർ സ്വഭാവം എന്താണ് അവരെ രുചിച്ചറിയുവാനോ ഇവർക്ക് സാധിക്കുന്നില്ല. हमारे देश में आज बहुत जरूरत है सच परमेश्वर का गुणगान को प्रचार करने के लिए. നമ്മുടെ ദേശത്തിന് ആവശ്യമായ ഒരു കാര്യമാണ് സത്യവാനായ ദൈവത്തെ അറിയുവാനായിട്ടുള്ള ഒരു അവസരം. हम कभी भी सच बोलेंगे कोई लोग नहीं सुनेंगे, നമ്മൾ സത്യം സംസാരിക്കുകയാണെങ്കിൽ പലരും ഇത് കേൾക്കുവാൻ കൂട്ടാക്കുന്നില്ല. लेकिन हमारे जीवन में एक सच जीवन जीता है वो अच्छा नमूना मिलता है. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സത്യം അറിഞ്ഞ് സത്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കണ്ട് പലരും സത്യത്തെ തിരിച്ചറിയാനിടയായിത്തീരും. ये ऐसा परमेश्वर हमको भी आज बोल रहा है. അങ്ങനെയാണ് ദൈവം ഇന്നും നമ്മളോട് സംസാരിക്കുന്നത്. थोड़ी देर का बाद मैं आगे बढ़ गया और मेरे जीवन में भी अच्छा नौकरी मिला. एक ऑफिसर का रीति से मैं काम करने के लिए परमेश्वर मौका दिया. ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. എനിക്ക് നല്ലൊരു ഓഫീസിൽ ജോലി ലഭിക്കുവാനിടയായി. ज्यादा से ज्यादा ऑफिसर्स का साथ और गवर्नमेंट ऑफिशियल का साथ और पॉलिटिशियंस का साथ और गवर्नर का मिलने के साथ मेरे को अच्छा मौका मिला है. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെ ഇടയിൽ മറ്റുള്ള ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പലരുടെയും ഇടയിൽ സേവനം അനുഷ്ഠിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകി തന്നു. उस समय मेरे जीवन में और एक चिंता आ गया है. ആ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ചിന്ത കടന്നു വന്നു. छोड़ दो, मेरे को कलेक्टर होने के लिए मौका नहीं मिला. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, കളക്ടർ ആകുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചില്ല. लेकिन मैं प्रेसिडेंट ऑफ इंडिया होता है बहुत अच्छा लगेगा. ഞാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഇതിലും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ये अभी भी चिंता है मेरा दिल में. ഈ ചിന്ത ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ട്. क्या सफल होता है नहीं सफल होता है कोई दिक्कत नहीं है. അത് എന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ ചിന്ത എന്റെ ജീവിതത്തിലുണ്ട്. सुबह में आपको एक मॉडल बोला है एपीजे अब्दुल कलाम जी. എപിജെ അബ്ദുൽ കലാമിനെ കുറിച്ച് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ एक പറയുകയുണ്ടായി. अच्छा मॉडल है. അദ്ദേഹം നമുക്ക് നല്ലൊരു ഉദാഹരണമാണ്. ऐसा मॉडल हमारे जीवन में होता है, हम भी हमारे देश को और कलीसिया को सोसाइटी को अच्छा काम कर सकता है. നമ്മുടെ സഭയെ നമ്മുടെ ദേശത്തെ നയിക്കുവാനായിട്ട് ഇങ്ങനെ നല്ല നല്ല ഉദാഹരണങ്ങളായി നമ്മൾ തീരണം എന്നുള്ളതാണ്. मेरा बेटी छोटा होने के समय मेरे को पूछा, डैडी आप बोला ना आप प्रेसिडेंट होने की इच्छा है. എന്റെ പുത്രി ചെറുതായിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, പപ്പ നിങ്ങൾക്ക് പ്രസിഡന്റ് ആകാനാണല്ലോ ഇഷ്ടം. वो बेटी स्कूल जाने के बाद स्कूल में उनका फ्रेंड्स का साथ भी बोल दिया मेरा पापा क्या हुआ प्रेसिडेंट ऑफ इंडिया हो रहा है. അദ്ദേഹത്തിന്റെ പുത്രി സ്കൂളിൽ കടന്നുപോയി അവിടെയുള്ള കൂട്ടുകാരോടും പറഞ്ഞു, എന്റെ പപ്പ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. वो बेटी बोला, वो सब फ्रेंड्स लोग बोला, ओ आपका पापा प्रेसिडेंट ऑफ इंडिया होना. എല്ലാ കൂട്ടുകാരോടും അങ്ങനെ ചോദിച്ചു, ഓ നല്ല കാര്യം, നിങ്ങളുടെ പപ്പ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്നു. कब होता है? എന്നാണ് ആകാൻ പോകുന്നത്? वो बेटी आता है मेरे से बात करता है. തിരിച്ച് വീട്ടിൽ കടന്നു വന്ന് എന്നോട് വീണ്ടും ചോദിച്ചു, तो पापा आप कब प्रेसिडेंट ऑफ इंडिया होना है? പപ്പ हो रहा है. എപ്പോഴാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്നത്? मैं बोल रहा हूँ क्या थोड़ी देर लगेगा, मैं जरूर प्रेसिडेंट ऑफ इंडिया होता है. ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസങ്ങളൂടെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഞാൻ ചിലപ്പോൾ ആയിത്തീരും. ऐसा 4 साल में मेरा बच्चे को बोला है. അങ്ങനെ പല വർഷങ്ങൾ ഞാൻ അവരോട് പറയുകയുണ്ടായി. मेरा बेटी मेरे से रिडिक्यूल किया है, आप ऐसा बोलते हैं, आप कुछ नहीं हो सकते. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ കുട്ടി അദ്ദേഹത്തിനോട് പറഞ്ഞു, പപ്പ നിങ്ങൾ വെറുതെ പറയുക, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. Sometimes सभी कुछ समय हमारे जीवन में अच्छा डिजायर्स होता है. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല ആലോചനകൾ നമുക്ക് ലഭിക്കും. लेकिन परमेश्वर उनको पालन करने के लिए मदद करना है. കാര്യം ഇതാണ്, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കുവാനായിട്ട് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. उस समय तक
हम परमेश्वर को मानना है और परमेश्वर पर हमारा भरोसा रखने का जरूरी ഈ है। ആഗ്രഹങ്ങൾ നിവർത്തീകരിക്കുന്നവരെ നമ്മൾ ദൈവത്തോട് ഇടപെടാതെ ചോദിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. आपका जिंदगी में क्या होना चाहिए आपको? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തായി തീരുമെന്ന്? अभी हमको नहीं जानते हैं, ഇപ്പോൾ നമുക്കറിയത്തില്ല. लेकिन आने वाले दिनों में परमेश्वर आपको बहुत आशीष दे रहा है। വരും കാലങ്ങളിൽ ദൈവം നിങ്ങളെ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു അറിവുമില്ല. आप लोग अच्छे नेता हो सकता है, ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ പലരും നല്ല നേതാക്കന്മാരായി തീരും. आप लोग अच्छा डॉक्टर्स हो सकते हैं, ഇവിടെ ഇരിക്കുന്നവർ പലരും ഡോക്ടർമാരായി തീരും. आप लोग अच्छा इंजीनियर्स हो सकता है, നിങ്ങൾ പലരും നല്ല എഞ്ചിനീയർമാരായി തീരും, टीचर्स हो सकता है, നല്ല അധ്യാപകന്മാരായി തീരും, और आईपीएस ऑफिसर भी हो सकता है, IPS ഓഫീസറായി തീരുന്നവരുണ്ട്, और कलेक्टर भी हो सकता है। കളക്ടർ ആകുവാൻ ആഗ്രഹമുള്ളവരുണ്ട്. लेकिन आपका डिजायर परमेश्वर का ऊपर रख के आप अच्छे से परमेश्वर को मानना है। നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവന്റെ വാക്കുകളെ നിങ്ങൾ കേൾക്കുന്നവരായി തീരണം. अभी हम पहला समूएल में 3 अध्याय में 10 वचन हम पढ़ेंगे, मलयालम में पढ़ेंगे और हिंदी में भी पढ़ेंगे। നമുക്ക് 1 ശമൂവേൽ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 10-ാം വചനം വായിക്കാം. 1 से 10 तक 3-ന്റെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു, തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ട നീ ആർ पहला समूएल 1 ശമൂവേൽ 3-ന്റെ 8 മുതൽ 1 से 10 तक 8 മുതൽ 10 വരെ 1 से 10 तक पहला समूएल 3 अध्याय हिंदी में भी तैयार होना 1 से लेकर 10 तक 3 अध्याय 1 से 10 तक 1 ശമൂവേൽ 3-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി, കാണാൻ വയ്യാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്കം കിടന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന അവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3 പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവ അരുളിച്ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്ന് നിന്ന മുമ്പിലത്തെ പോലെ, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. किसी ने हिंदी में पढ़ा. वहाँ बालक सामने एली के समान यहोवा की सेवा करता था। उन दिनों में यहोवा का वचन दुर्लभ था और दर्शन कम मिलता था। और उसने ऐसा हुआ कि एली की आंखें तो धुंधली होने लगी थी और उसने पता था जब वह अपने स्थान में लेटा हुआ था और परमेश्वर का विपद अब तक वो पूछा नहीं था। और शमूएल यहोवा के मंदिर में जहाँ परमेश्वर का संदूक था लेटा था, तब यहोवा ने शमूएल को पुकारा और उसने कहा क्या आज्ञा। तब उसने एली के पास दौड़कर कहा क्या आज्ञा, तूने तो मुझे पुकारा है। वहाँ बोला मैंने नहीं पुकारा, फिर जा लेट रहा। तो वहाँ जाकर लेट गया। तब यहोवा ने फिर पुकार के कहा हे शमूएल, उठकर एली के पास गया और कहा क्या आज्ञा है, तूने मुझे पुकारा है। उसने कहा हे मेरे बेटे, मैंने नहीं पुकारा, फिर जा लेट रहा। उस समय तक शमूएल यहोवा को नहीं पहचानता था और न यहोवा का वचन भी उस पर प्रकट हुआ था। फिर तीसरी बार यहोवा ने शमूएल को पुकारा और वहाँ उठ के एली के पास गया और कहा क्या आज्ञा है, तूने मुझे पुकारा है। तब एली ने समझ लिया कि इस बालक को यहोवा ने पुकारा है, इसलिए एली ने शमूएल से कहा जा लेट रहा। और यदि
वहाँ तुझे पुकारे तो कहना हे यहोवा प्रभु, क्योंकि तेरा दास सुन रहा है। तब सामुएल अपने स्थान पर जाकर लेट गया। तब यहोवा आ खड़ा हुआ और पहले के समान पुकारा, सामुएल सामुएल। सामुएल ने कहा, क्या प्रभु, क्योंकि तेरा दास सुन रहा है। थैंक यू बहुत अच्छी खुश बात। छोटा प्रार्थना करेंगे हम। കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. परमेश्वर इस वचन में हम सभी को आशीष करो। ദൈവമേ, ഈ വചനത്താൽ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. इस वचन से हमारा जीवन बदलने की मदद करो। ഈ വചനങ്ങളാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. आने वाले दिनों में हमारा जिंदगी में आपके लिए अच्छे गवाही बनने के लिए मदद करो। വരും ദിവസങ്ങളിൽ അങ്ങയുടെ നല്ല സാക്ഷികളായി തീരുവാനായിട്ട് ഈ വചനത്താൽ സഹായിക്കണമേ. छोटी सी विनती हमारा उद्धारकर्ता यीशु के नाम से मांगते हैं। ഈ ചെറിയ പ്രാർത്ഥന യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. Now let's come to the story. अभी हम आएंगे शमूएल का कहानी का बारे में। നമുക്ക് തിരിച്ചു വരാം ശമൂവേൽ ബാലന്റെ കഥയിലേക്ക്. ओके, शमूएल का माता पिता कौन है? ശമൂവേലിന്റെ മാതാവും പിതാവും ആരൊക്കെയാണ്? हाँ बोला, शमूएल का माता और पिता। ശമൂവേലിന്റെ മാതാവിന്റെയും പിതാവിന്റെയും പേര് आप लोग बता सकते हैं? या कौन है? ओके, बहुत अच्छा है। एल्काना और हन्ना है। എൽക്കാനയും ഹന്നയുമാണ്. और पहले अध्याय में हम देखते हैं कैसा परमेश्वर एल्काना और हन्ना को एक बच्चा दिया है। ഒന്നാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എൽക്കാനയ്ക്കും ഹന്നയ്ക്കും ദൈവം എങ്ങനെയാണ് ഒരു പുത്രനെ കൊടുത്തത് എന്ന്. एल्काना बारे में उनको बहुत प्यारा विशेष है हन्ना। എൽക്കാന വളരെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു ഭാര്യയായിരുന്നു ഹന്ന. लेकिन परमेश्वर उन परिवार को बच्चा नहीं दिया है। ഹന്നയ്ക്കും എൽക്കാനയ്ക്കും ഒരു സന്താനത്തെ ദൈവം കൊടുത്തില്ല ആദ്യം. उस परिवार को जिंदगी में बहुत तकलीफ हुआ। അവരുടെ കുടുംബ ജീവിതത്തിൽ വളരെ കഷ്ടങ്ങളേറിയ സമയമായിരുന്നു. कभी भी पूछेंगे कैसा कब मेरे को बच्चा मिलता है, ഹന്ന ചോദിക്കുമായിരുന്നു എന്താണ് എനിക്ക് ഒരു സന്താനത്തെ കാണുവാൻ സാധിക്കുന്നത്. वो खाना भी नहीं खा रहा, ഭക്ഷണം പോലും കഴിക്കത്തില്ലായിരുന്നു. बहुत दुख से जी रहा है। വളരെ രഹസ്യമായി പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയായിരുന്നു. और एल्काना बोलता है आपको बच्चा नहीं है, चिंता मत करो, मैं 10 बच्चा को ऊपर अच्छा पति है आपको। എൽക്കാന പറയുമായിരുന്നു കുട്ടികളില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, 10 കുട്ടികൾ നിന്റെ ജീവിതത്തിലുള്ളപ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് ഞാൻ നിന്റെ ജീവിതത്തിൽ. लेकिन इस परिवार को एक अच्छा आदत है। ഈ കുടുംബത്തിന് നല്ല ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. हर साल एक बार परमेश्वर का मंदिर जाके परमेश्वर को बलिदान करना। എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം ദൈവത്തിന്റെ മന്ദിരത്തിൽ ചെന്ന് ദൈവത്തിന് വേണ്ടിയുള്ള യാഗങ്ങൾ അർപ്പിക്കുന്നവരായിരുന്നു. सारी परिवार मिलकर परमेश्वर का मंदिर जाके परमेश्वर को आराधना करके बलि देता है। അവർ കുടുംബമായി ദൈവത്തിന്റെ മന്ദിരത്തിൽ കടന്നു ചെന്ന് ദൈവത്തിന് യാഗം അർപ്പിക്കുന്ന നല്ലൊരു കുടുംബമായിരുന്നു. ये बहुत अच्छा आदत है। ഇതൊരു നല്ല ശീലമാണ് അവർക്കുള്ളത്. आज हमारा क्रिश्चियन परिवारों को अच्छा आदत ऐसा नहीं है। ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ പല ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഇങ്ങനെ നല്ല ശീലങ്ങളൊന്നും ഇല്ല. और माता पिता कलीसिया को जाता है, बच्चे लोग कलीसिया नहीं जा रहा। മാതാവും പിതാവും ചർച്ചിൽ സഭയിൽ കടന്നു പോകുന്നവരായിരിക്കും, എന്നാൽ കുട്ടികളോ അവർ സഭയിൽ പോകാത്തവരാണ്. शायद बच्चे लोग परमेश्वर के साथ संडे स्कूल और यूथ मीटिंग को जाते हैं, पिता माता लोग परमेश्वर के साथ नहीं जा रहा। കുട്ടികൾ യൂത്ത് മീറ്റിംഗും സൺഡേ സ്കൂളിലും കടന്നു പോകുന്നവരായിരിക്കും, എന്നാൽ മാതാവും പിതാവും സഭയിൽ കടന്നു പോകുന്നവരല്ലായിരിക്കും. लेकिन उनका नाम क्या बोला, एल्काना और हन्ना का परिवार जीवन ऐसा नहीं है। എൽക്കാനയുടെയും ഹന്നയുടെയും കുടുംബജീവിതം അങ്ങനെയല്ലായിരുന്നു. उनको बच्चा भी नहीं मिला, परमेश्वर के साथ जरूर गया। അവർക്ക് കുട്ടികൾ ലഭിച്ചില്ല, പക്ഷേ എങ്കിലും അവർ ദൈവത്തിന്റെ മന്ദിരത്തിൽ കടന്നു പോകുന്ന നല്ല ശീലം ഉണ്ടായിരുന്നു. ऐसा एक बार गया, അങ്ങനെ ഒരു പ്രാവശ്യം അവർ മന്ദിരത്തിൽ കടന്നുപോയി. वो परमेश्वर को बलिदान किया, അവർ ദൈവത്തിന് വേണ്ടിയുള്ള യാഗം അർപ്പിച്ചു. और उसका बाद खाने के बाद അതിനുശേഷം वो हन्ना परमेश्वर के साथ रोकर
परमेश्वर को विनती करने लगा। യാഗം കഴിച്ചതിന് ശേഷം ഹന്ന ദൈവത്തോട് കൂടെ ചേർന്നിരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി. हमको जानते नहीं एल्काना दुआ कर रहा नहीं दुआ कर रहा, എൽക്കാന പ്രാർത്ഥിച്ചില്ല എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുന്നില്ല. लेकिन जरूर हाना परमेश्वर के साथ दुआ कर रहा है। ഹന്ന പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി വചനം നമ്മളെ കാണിച്ചു वो തരുന്നു. याजक भी देख रहा है। അവിടെയുള്ള പുരോഹിതനും ഇത് കാണുകയുണ്ടായി. इतना समय वो उधर बैठा और दुआ कर रहा, उनको नहीं जानते। അവിടെയുള്ള ബാക്കി ആർക്കും മനസ്സിലായില്ലായിരിക്കും. वो दूसरा चिंता में लगा। അവർക്ക് പല ചിന്തകളുള്ളവരാണ്. ये लेडी शराब पी के बैठकर क्यों कर रहा है, क्या कर रहा है, उनको ആ പുരോഹിതൻ പോലും ഇങ്ങനെ ചിന്തിച്ചു, ഈ സ്ത്രീ ഇവിടെ വന്നത് കള്ളു കുടിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് ഞാൻ വിചാരിച്ചു. थोड़ी देर के बाद वो पूछा है, लेडी क्या कर रहे हैं आपको निशा अभी तक नीचे नहीं आया, आप जाओ इधर से। അപ്പോൾ പുരോഹിതൻ ആ സ്ത്രീയോട് ഹന്നയോട് ചോദിച്ചു, ഇപ്പോഴും കുടിച്ചതിന്റെ മത്തിറങ്ങിയിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം പോലെ ചോദിക്കേണ്ടതായി. हाना जरूर उत्तर दिया है। അവിടെ ഒരു നല്ലൊരു ഉത്തരം അദ്ദേഹത്തിന് ലഭിച്ചു. याजक जी मैं ऐसा आदमी नहीं हूँ, ആ പുരോഹിതനെ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്ന് ഹന്ന പറഞ്ഞു. मेरा दिल में एक बड़ा चिंता है। എന്റെ ഹൃദയത്തിൽ വളരെ വളരെ ഒരു ആഴമായ ഒരു ചിന്തയുണ്ട്. मेरा चिंता है मेरे को परमेश्वर एक अच्छा बालक देना है। എന്റെ ജീവിതത്തിൽ ഒരു നല്ല പുത്രൻ, ഒരു നല്ല സന്താനം ലഭിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. इसी कारण से मैं परमेश्वर के साथ मेरा हाथ मेरा दिल उठाकर मैं परमेश्वर को विनती कर रहा हूँ। അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന് മുന്നിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. उसके बाद वो याजक बोला सॉरी माफ करो मेरे को। അതിനുശേഷം പുരോഹിതൻ പറയുകയുണ്ടായി, എന്നോട് ക്ഷമിക്കുക. और परमेश्वर उनको आशीष दिया है। ദൈവം അവളെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. आप जाओ जरूर परमेश्वर आपको मिलेंगे, आपको एक बालक दे देंगे। ആ സ്ത്രീയോട് ഇങ്ങനെ സംസാരിച്ചു, നീ ഇപ്പോൾ കടന്നു പോവുക, ഉറപ്പായും ദൈവം നിനക്ക് ഒരു സന്താനത്തെ നൽകി തരും. लेकिन हाना परमेश्वर का साथ एक शपथ लिया है। ഹന്ന ദൈവത്തിന്റെ മുന്നിൽ ഒരു കാര്യം നേടുവാനിടയായി തീർന്നു. यदि परमेश्वर आप मेरे को एक बालक दे देंगे, वो मेरे साथ नहीं रुकेंगे। അവൾ ഒരു നേർച്ച നേരിടുകയായിരുന്നു, ദൈവമേ എനിക്ക് ഒരു പുത്രനെ നൽകുവാണെങ്കിൽ അവൻ എന്റെ കൂട്ടത്തിൽ ജീവിക്കുവാനായിട്ടുള്ളവനല്ല, आपके लिए मैं जरूर डेडिकेट करूं। ദൈവമേ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ആ പുത്രനെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ऐसा एक साल का अंदर परमेश्वर उनको बच्चा एक बालक दिया। वो बालक को 3 साल तक आगे बढ़ गया। उसका बाद परमेश्वर के साथ मंदिर को ले गया। അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ദൈവം ഹന്നയ്ക്ക് ഒരു പുത്രനെ നൽകി കൊടുത്തു. 3 വർഷം ഹന്നയുടെ കൂടെ നിന്നതിന് ശേഷം താൻ ആ മന്ദിരത്തിലാക്കാനിടയായി തീർന്നു. फर्स्ट थिंग आई वांट टू से आज रात को एक पहला विषय में आपसे बात करना चाहता हूं। ആദ്യമായ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, हम माता पिता को लोग हमारे बच्चों लोग के दुआ करना जरूरी है। നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകേണ്ടതാണ്. शायद ज्यादा पेरेंट्स लोग बच्चे मिलने तक दुआ करता है। പല മാതാപിതാക്കന്മാരും കുട്ടികൾ ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. बच्चे मिलने के बाद उनका जीवन के लिए क्या करने के लिए वो दुआ नहीं करते। അവർക്ക് സന്താനം ലഭിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരെ നമുക്ക് കാണുവാൻ वो സാധിക്കും. अच्छा दुआ नहीं है। ചിലപ്പോൾ ചിലർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരല്ല. शमूएल का जीवन में हम देखते हैं, ശമൂവേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, पहला विषय हम सुनते हैं, ആദ്യത്തെ കാര്യം ഇതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, दुआ से मांगा बेटा है। പ്രാർത്ഥനയാൽ ലഭിച്ച ഒരു പുത്രനാണ്. दुआ से मांगा बेटा परमेश्वर को जरूर देना पड़ेगा। പ്രാർത്ഥനയാൽ ലഭിച്ച ഒരു പുത്രനാണ്, അവനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടതാണ്. शायद एल्काना और हाना को नहीं जान सकते हैं मेरा बेटा वो मंदिर में याजक के साथ सेवा करेंगे, वो अच्छा जज बन सकते, कुछ नहीं जानते। ഹന്നയ്ക്കും എൽക്കാനയ്ക്കും ഇത് അറിയത്തില്ല. അവനെ മന്ദിരത്തിലാക്കിയാൽ എലിയോടുകൂടെ പുരോഹിതന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വരും കാലത്ത് അവർ നല്ലൊരു ജഡ്ജിയായി തീരുമെന്ന് അവർക്ക് ഒരു അറിവുമില്ല. लेकिन उनका मन में एक चिंता है, परमेश्वर मेरे को दिया है, मैं जरूर परमेश्वर को देना है। അവരുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, ദൈവം എനിക്ക് നൽകി തന്നതാണെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി നേരേണ്ടതാണ്. दूसरा विषय हम इससे याद कर सकते हैं शाम को। രണ്ടാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്, परमेश्वर के पास हम क्या वाचा बांधा है वो जरूर हम फुलफिल करना है। നമ്മൾ രണ്ടാമത്തെ കാര്യം ചിന്തിക്കുന്നത്, നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിവർത്തീകരിക്കേണ്ടതാണ്. परमेश्वर वो
वो अच्छा मानते हैं। ദൈവം നമ്മളിൽ നിന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. हमारे जीवन में ज्यादा समय पेरेंट्स लोग बच्चे लोग छोटा होने के बाद वो डेडिकेट करता है। നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കുടുംബത്തിലും കാണാൻ സാധിക്കും, പല കുട്ടികളും ചെറുതായിരിക്കുമ്പോൾ തന്നെ അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. लेकिन वो लोग बड़ा होने के बाद अच्छा पढ़ने के समय അവർ വലുതായി നല്ല ഡിഗ്രി, നല്ല പഠിത്തം, നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ उनका चिंता बदलता है। അവരുടെ ചിന്തകൾ മാറി പോകുന്നു. मैं कलेक्टर बनना है मेरे बच्चा को, എന്റെ കുട്ടിയെ എനിക്ക് കളക്ടർ ആക്കണം, और मैं डॉक्टर होना है, ഡോക്ടർ ആക്കണം, इंजीनियर होना है। എഞ്ചിനീയർ ആക്കണം. ऐसा आपका बच्चा हो वो केवल इस रीति रिवाज का बारे में ज्यादा जानते हैं। വലുതാവുമ്പോൾ ഇങ്ങനെ ചിന്തകൾ മാറിക്കൊണ്ട് ഈ ലോകപരമായ പല കാര്യങ്ങളിലും അവർ മുഴുകിത്തീരുന്നവരായിട്ട്. लेकिन परमेश्वर का रास्ता उनको नहीं मालूम है। അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വഴികൾ അവർ മറന്നു പോകുന്നവരായി തീരും. परमेश्वर का वचन के बारे में कुछ नहीं जानते हैं। അവർ ദൈവത്തിന്റെ വചനങ്ങളെ കുറിച്ച് അറിയുന്നവരായി തീരുകയില്ല. और परमेश्वर का रास्ता में जाने के लिए इच्छा नहीं होता है। അവർക്ക് ദൈവത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുവാനായിട്ടും ഇഷ്ടമുണ്ടാകത്തില്ല. आज ज्यादा यो लोग क्या बोल रहे जानते हैं आपका पेरेंट्स का पास में? ഈ കാലത്തുള്ള യൗവനക്കാർ എന്താണ് അവരുടെ മാതാപിതാക്കളോട് പറയുന്നത് നിങ്ങൾ बेटे लोग बोल रहा है, बेटे लोग बोल रहा है കുട്ടികൾ, പെൺകുട്ടികൾ പറയുന്നത് എങ്ങനെയാണ്? मैं किसी भी शादी करूं, ഞാൻ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചോളാം, मैं आपका अभी मैं बड़ा हुआ हूँ, ഞാനിപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നു, मेरा इच्छा अनुसार में जाने की इच्छा है। ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. बच्चे लोग क्या बोल रहे जानते हैं? ആൺകുട്ടികൾ പറയുന്നത് എങ്ങനെയാണ്? क्यों, मैं अभी बड़ा हो गया, मेरा रास्ता मैं देख सकते, मैं जा सकते। അവരും പറയുന്നത് എങ്ങനെയാണ്? ഞാൻ വളർന്ന് വലുതായി, ഇനി എന്റെ വഴി നോക്കുവാനായിട്ട് എനിക്കറിയാം. कितना साल तक आपका हाथ मेरे ऊपर रख के मेरे को नीचे कर सकते हैं? ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളുടെ അധികാരത്തിന്റെ അടിയിൽ നിങ്ങൾ എന്നെ ഇത്രയും ദിവസം വളർത്തിക്കൊണ്ട് വന്നു. Children, they want to lead their life. बच्चे लोग उनका जीवन उनका इच्छा के साथ जाने के लिए इच्छा है। എന്ന് വെച്ചാൽ കുട്ടികൾ ഇപ്പോൾ വിചാരിക്കുന്നത് എന്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണമെന്നാണ്. इसका कारण है, അതിന്റെ കാരണം ഇതാണ്, हमारा बच्चे लोग के लिए हम दुआ नहीं कर रहा हूँ। പലരും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല. दूसरा कारण है, हमारे बच्चे लोग के साथ हम क्या वांछा परमेश्वर साथ हम किया है वो नहीं पालन कर रहा है। രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കന്മാർ അവർ നേർന്ന നേർച്ചകളെ അവർ മറന്ന് ജീവിക്കുന്നവരാണ്. लेकिन एल्काना और हन्ना एक अच्छा मॉडल है। എൽക്കാനയും ഹന്നയും ഇതിൽ നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ. वो दुआ से मांगा को बेटा को परमेश्वर को जरूर वाचा पूछा फुलफिल करने के लिए परमेश्वर का हाथ में दिया। അവർ പ്രാർത്ഥിച്ച അവർക്ക് ലഭിച്ച ആ ഒരു പുത്രനെ ദൈവത്തിന് വേണ്ടി നേർന്നു, അത് പൂർത്തീകരിച്ച ഒരു കുടുംബമാണ്. वो बालक आगे बढ़ने के बाद 3 साल का बाद 4 वर्ष में टेम्पल को लेके आया। ആ ബാലനെ 3 വർഷം അവരുടെ കുടുംബത്തിൽ വളർത്തിയതിനു ശേഷം 4ാമത്തെ വർഷം മുതൽ 4ാമത്തെ വയസ്സ് മുതൽ ആ മന്ദിരത്തിൽ കൊണ്ട് ആക്കാനിടയായിത്തീർന്നു. हन्ना जरूर याजक को मिलकर बोल दिया। ഹന്ന ഉറപ്പായിട്ടും ആ പുരോഹിതനെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും. साहब, आप याद है मैं 3 साल का पहले मंदिर में हुआ हूँ, दुआ कर रहा हूँ, आप मेरे के लिए एक अलग चिंता किया। ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, യജമാനെ നിങ്ങൾ ഓർക്കുന്നു 3 വർഷത്തിന് മുമ്പ് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ. और मेरा विनती आप सुनने के बाद आप बोलो परमेश्वर आप जरूर मिलेंगे, आपको बालक दे देंगे। എന്റെ ജീവിതത്തെ കുറിച്ച്, എന്റെ പ്രാർത്ഥനയെ കുറിച്ച് അതിനുശേഷം യജമാനെ താൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഒരു സന്താനത്തെ ദൈവം നൽകി തരുമെന്ന്. हाँ, अभी परमेश्वर मेरे को बालक दिया है। ഇപ്പോൾ ആ ദൈവം എന്നോട് പറഞ്ഞ കാര്യം നിവർത്തീകരിച്ചിരിക്കുന്നു, ഒരു പുത്രനെ തന്നിരിക്കുന്നു. मैं अभी 3 साल तक उनको मैं पालन पोषण किया। 3 വർഷം ഞാൻ അവനെ വളർത്തി വലുതാക്കി. अभी मेरा वांछा पूरी करने के लिए मैं बच्चे को आपको समर्पित എന്റെ करूंगा। നേർച്ച മുഴുവനായിട്ട് നിവർത്തിക്കുവാനായിട്ട് ഞാൻ അവനെ മന്ദിരത്തിലാക്കുവാനായിട്ട് വന്നിരിക്കുന്നു. ओ याजक बहुत खुशी हो गया ആ പുരോഹിതൻ വളരെ സന്തോഷവാനായി തീർന്നു. और एक बात आशीष भी किया है, അവരെ അനുഗ്രഹിക്കേണ്ടിടയായി തീർന്നു. आप इस बच्चे को परमेश्वर काम के लिए दिया है। ഞാൻ ഈ പുത്രനെ ദൈവത്തിന്റെ വേലയ്ക്കായി നൽകുന്നുവെങ്കിൽ परमेश्वर और 3 बच्चे 4 बच्चे आपको दे देंगे। എന്റെ ജീവിതത്തിൽ ഇനിയും സന്താനങ്ങളെ കാണുവാനായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹിക്കുമാറാകും. परमेश्वर के लिए हम कुछ कर सकते हैं, परमेश्वर जरूर हमको ज्यादा आशीष देता है। നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരാണെങ്കിൽ ദൈവം നമുക്ക് ഇരട്ടിയായി നൽകി തരുന്ന ദൈവമാണ്. अभी हम लोग तीसरा चैप्टर में आएंगे। നമ്മൾ 3ാമത്തെ
അധ്യായത്തിലേക്ക് കടന്നു വരാം. दूसरा चैप्टर में नहीं देखूं, രണ്ടാമത്തെ അധ്യായമല്ല മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. अभी तीसरा चैप्टर पहले वचन में देखता है बालक शमूएल परमेश्वर का मंदिर में सेवा कर रहा है. മൂന്നാം അധ്യായം 11 വാക്യം, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. आप इस पूरा अध्याय आप पढ़ेंगे, बालक शमूएल का बारे में दो चीज जरूर बोला है. ഈ മൂന്നാം അധ്യായം നിങ്ങൾ വായിക്കുവാണെങ്കിൽ ശമൂവേൽ ബാലനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. परमेश्वर का मंदिर में वो काम कर रहा है. ആ ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിന്റെ ആലയത്തിൽ അവൻ വേല ചെയ്യുന്നു. परमेश्वर का मंदिर में याजक क्या पूछता है वो काम जरूर ये बेटा कर रहा है. ദൈവത്തിന്റെ ആലയത്തിൽ പുരോഹിതൻ പറയുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് ആ ബാലൻ ചെയ്തു വരുന്നു. आज हमारा कलीसिया में ऐसा तरह का रीति नहीं है. ഇന്ന് നമ്മുടെ സഭകളിൽ ഇങ്ങനെയുള്ള ഒരു നിയമം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. चिल्ड्रन बच्चे लोग पास्टर का वचन नहीं मान रहा. ഇന്ന് ഈ കാലഘട്ടം എങ്ങനെയാണ്, പാസ്റ്ററിന്റെ കാര്യങ്ങൾ, പാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ പോലും കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. घर में पेरेंट्स का काम भी वो नहीं सुन रहा हूँ. വീട്ടിൽ മാതാപിതാക്കന്മാരുടെ വാക്ക് കേൾക്കാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല. और मंदिर में भी परमेश्वर का कलीसिया में भी बच्चे लोग नहीं सुन रहा. ആലയത്തിലും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ പോലും കുട്ടികൾ കൂട്ടാക്കുന്നവരല്ല. शायद हम सोचते हैं നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു നോക്കുമ്പോൾ 4 साल का समय बालक शमूएल परमेश्वर का मंदिर में ले आ सकता है. 4 വർഷം കഴിഞ്ഞതിന് ശേഷവും വേണമെങ്കിൽ ദൈവത്തിന്റെ മന്ദിരത്തിലേക്ക് ശമൂവേൽ ബാലനെ കൊണ്ടുവരാം. और उनका जीवन में 18 साल तक वो मंदिर में काम किया है. 18 വയസ്സ് വരെ ആ മന്ദിരത്തിൽ താൻ ജീവിച്ചു പോന്നു. हर साल उनका पेरेंट्स आता है, छोटा अच्छा कपड़ा देता है, उससे थोड़ा खुशी होता है, फिर जाता है. എല്ലാ വർഷവും ശമൂവേലിന്റെ മാതാപിതാവും കടന്നു വന്ന് നല്ല ഉടുപ്പുകളൊക്കെ കൊടുക്കുന്നതാണ്. आप चिंता करेंगे दूसरा अध्याय में एली याजक का बच्चा लोग ऐसा लोग नहीं है. നാം കാണാൻ സാധിക്കും അവിടുത്തെ പുരോഹിതന്റെ പുത്രന്മാർ ഇങ്ങനെ ജീവിക്കുന്ന ഒരു പുത്രന്മാരല്ല. बालक रीति से यो होने तक परमेश्वर का मंदिर में सेवा करने के लिए वो लोग नहीं पाया. അവർ മന്ദിരത്തിൽ പുരോഹിതന്റെ മക്കളാണ് എങ്കിലും നല്ല വഴികളിൽ സഞ്ചരിക്കുന്ന വ്യക്തികളല്ല. लेकिन शमूएल ने 4 साल से 18 साल तक परमेश्वर का मंदिर में काम किया. നാം കാണാൻ സാധിക്കും ശമൂവേൽ ബാലൻ തന്റെ ജീവിത സമയത്ത് ദൈവത്തിന്റെ ആലയത്തിൽ വസിച്ചുകൊണ്ട് വേല ചെയ്തു വന്നു. क्या सेवा कर सकते हैं बच्चे लोग ऐसा? കുട്ടികൾ എന്ത് വേലയാണ്, സേവനമാണ് ആലയത്തിൽ ചെയ്യാൻ പറ്റുന്നത്. हमको जानते हैं उस मंदिर में याजक है, बहुत बूढ़ा आदमी है. അവിടെയുള്ള പുരോഹിതൻ വളരെ വൃദ്ധനാണ്. शायद थोड़ा पानी ले आ सकता है. ആ വൃദ്ധന് വേണ്ടി കുറച്ച് വെള്ളം കൊണ്ടുവരാൻ സാധിക്കും. आज थोड़ा समय पकड़ के बाथरूम और कैसा वगैरह लेके जा सकते हैं. ബാത്റൂമിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് കൂടെ നടക്കുവാൻ സാധിക്കും. आप शायद थोड़ा समय झाड़ू पूजा कर सकते हैं. അദ്ദേഹത്തിന് വേണ്ടി ആലയം ഒന്ന് അടിച്ചു തൂത്തി വാരി കൊടുക്കുവാൻ സാധിക്കും. वो कुछ समय मैट्स भी रख सकते हैं. അവിടുത്തെ പായെല്ലാം ഒന്ന് മാറ്റി പിരിക്കുവാൻ സാധിക്കും. और ऐसा हाथ बांधकर याजक का साथ ऐसा करता है. കൈകളെ കെട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി നമുക്ക് ഇനി എന്തുവാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. कभी भी कुछ बोलता है वो पालन करने के लिए बेटा तैयार हो. അദ്ദേഹം എപ്പോൾ എന്ത് പറയുന്നു എന്ന് ചെവി കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നവരായി തീരാം. ऐसा बालक शमूएल परमेश्वर का मंदिर में आगे बढ़ गया. അങ്ങനെയാണ് ശമൂവേൽ ബാലൻ ദൈവത്തിന്റെ ആലയത്തിൽ വളർന്നുകൊണ്ടിരുന്നത്. ऐसा परमेश्वर का मंदिर में बालक शमूएल सेवा किया. അങ്ങനെ ദൈവത്തിന്റെ ആലയത്തിൽ ശമൂവേൽ ബാലൻ സേവനം അനുഷ്ഠിച്ചു വന്നു. आज सुबह हम सुना है एक छोटा वचन. ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഒരു ചെറിയ വചനത്തെ നിങ്ങൾ സംസാരിച്ചു. Proverbs 22:6. സദൃശവാക്യങ്ങൾ അതിന്റെ 22 verse 6. 22ന്റെ 6 വചനം. बालक जैसा रीति में जाना है वैसा हम पढ़ने हैं. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ തന്നെ അവൻ നടത്തണമെന്ന്. और वो बूढ़ा होने के बाद तक वो ऐसा रीति से जाएंगे. അവൻ വൃദ്ധനാകുന്ന സമയം വരെ അവൻ ആ നടന്ന വഴികളെ മറക്കുകയില്ല. शमूएल अच्छा मॉडल है, ऐसा आगे बढ़ गया. ശമൂവേൽ ബാലൻ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഉദാഹരണമാണ്. ഈ വചനത്തോടനുബന്ധിച്ച് നോക്കുമ്പോൾ परमेश्वर का मंदिर में सेवा कर रहा है. അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു. और परमेश्वर मंदिर में इतना साल तक परमेश्वर का
मंदिर में आगे बढ़ भी किया। ദൈവത്തിന്റെ ആലയത്തിൽ നിന്നുകൊണ്ട് അവന്റെ വളർച്ച മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. और परमेश्वर भी उनका साथ है। ദൈവം അവന്റെ കൂടെ തന്നെ ഉണ്ട്. इसलिए परमेश्वर इस तीसरा अध्याय में याजक का पुत्रों से नहीं बात कर रहा हूँ, लेकिन സമൂയേൽ से बात कर रहा हूँ। അതുകൊണ്ടാണ് മൂന്നാം അധ്യായത്തിൽ പുരോഹിതന്റെ പുത്രന്മാരോടല്ല ദൈവം സംസാരിക്കുന്നത്, ശമൂവേൽ ബാലനോടാണ് ദൈവം സംസാരിക്കുന്നത്. परमेश्वर का काम करने के लिए परमेश्वर का वचन कौन मानता है, उनका साथ परमेश्वर ज्यादा प्यार करता है, संगति करता है, बात करता है। ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ഇഷ്ടമുള്ളവരോടാണ് ദൈവം തന്റെ ശബ്ദം കേൾപ്പിക്കുന്നതും ദൈവം അവരോട് സംസാരിക്കുന്നതും. तो बालक शमूएल के जीवन में हम देखते हैं वो अच्छा सेवक करने आदमी है। ശമൂവേൽ ബാലന്റെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ല വേല ചെയ്യുന്ന ഒരു ബാലനായിരുന്നു. उनका जीवन में आगे बढ़ने के समय परमेश्वर उनका साथ है। അവൻ വളർന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവന്റെ ജീവിതത്തിൽ ദൈവം അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. इसलिए परमेश्वर एक रात को उनसे बात करने के लिए इच्छा है। അതുകൊണ്ട് ഒരു രാത്രിയിൽ ദൈവം അവനോട് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നു. परमेश्वर उस दिनों में ज्यादा साल तक नहीं बात किया। ദൈവം ആ ഒരു സമയത്ത് ആ സന്ദർഭത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ അധികം സംസാരിച്ചില്ല എന്ന് കാണുവാൻ സാധിക്കും. वचन से नहीं बात किया, വചനങ്ങളാൽ സംസാരിച്ചില്ല, और विजन से भी नहीं बात किया, ദർശനത്താൽ ആരോടും സംസാരിച്ചില്ല. और बहुत लोगों इष्टानुसार जा रहा है। പലരും അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരായിരുന്നു. ओप्रे फिनेहास का जीवन में हम देखा है। അത് നമ്മൾ പലരുടെയും ജീവിതത്തിൽ കാണുന്നവരാണ്. लेकिन शमूएल से परमेश्वर बात करने के लिए शुरू किया। പക്ഷേ ദൈവം ശമൂവേലിനോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. लेकिन क्या बात कर रहा है उनको भी नहीं जानता है। എന്തുവാണ് സംസാരിക്കുന്നത് എന്ന് ശമൂവേലിന് പോലും അറിയുന്നില്ല. 3 बार वो सोचा है मेरा याजक मेरे से बोल रहा। 3 പ്രാവശ്യം ശമൂവേൽ വിചാരിച്ചത് ആ പുരോഹിതനാണ് തന്നെ വിളിച്ചതെന്നാണ്. और याजक भी नहीं जानते हैं कौन बुला रहा। പുരോഹിതനും ആദ്യം അറിയത്തില്ലായിരുന്നു ആരാണ് ശമൂവേലിനെ വിളിക്കുന്നതെന്ന്. 3 बार का बाद याजक को मालूम हो गया ये शायद परमेश्वर बुला रहा। മൂന്നാം പ്രാവശ്യത്തിന് കഴിഞ്ഞതിന് മാത്രമാണ് പുരോഹിതന് മനസ്സിലായത് ഇത് ദൈവമായ യഹോവയുടെ ശബ്ദമാണ് എന്ന്. तीसरा बात वो बेटा याजक के साथ आया, वो बोला बेटा मैं नहीं बोला, लेकिन परमेश्वर आपसे बोल रहा हूँ, इस बार बुलाएंगे आपको, एक ऐसा बोलना है। जी साहब मैं आपका आवाज सुन रहा हूँ। മൂന്നാം പ്രാവശ്യം ശമൂവേലിനോട് പുരോഹിതൻ പറഞ്ഞു, ഞാനല്ല നിന്നെ വിളിച്ചത്, ദൈവമായ യഹോവയുടെ ശബ്ദമാണ് നീ കേട്ടത്, അതുകൊണ്ട് നീ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുക. उसका बाद बालक शमूएल परमेश्वर का वचन सुना। അതിനുശേഷം ദൈവത്തിന്റെ വചനങ്ങൾ ശമൂവേൽ ബാലന് വളരെ വ്യക്തമായിട്ട് തന്റെ കാതിൽ കേൾക്കാനിടയായി തീർന്നു. जो कुछ परमेश्वर को नहीं इच्छा है एली याजक के साथ नहीं बात करना, वो विषय एक छोटा बालक से साथ परमेश्वर बात कर रहा है। പുരോഹിതനായിരിക്കുന്ന ഏലിയോട് പറയണ്ട എന്ന് തീരുമാനിച്ച കാര്യങ്ങളാണ് ദൈവം ശമൂവേൽ ബാലനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. वो बोल दिया मैं पूरा याजक एली का परिवार को नष्ट कर रहा हूँ। അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഏലിയുടെ കുടുംബത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കഷ്ടങ്ങളെ കുറിച്ച്, ചില കാര്യങ്ങളെ കുറിച്ചാണ്. मेरे को एक अच्छा आदमी चाहिए परमेश्वर को काम इस्राएल लोग को बीच करने के लिए। ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ നിന്ന് എന്റെ വചനത്തെ അറിയിക്കുവാനായിട്ട് നല്ലൊരു വ്യക്തിയെ എനിക്ക് ആവശ്യമുണ്ടെന്ന് ദൈവം പറഞ്ഞു. उसका बाद परमेश्वर का वचन तुरंत स्टॉप किया। അതിനുശേഷം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. वो बच्चा सो गया। ആ കുട്ടി ശമൂവേൽ ബാലൻ ഉറങ്ങുകയുണ്ടായി. सुबह उठ गया। രാവിലെ എഴുന്നേറ്റതിനു ശേഷം वो दरवाजा और खिड़की खुलाने की कोशिश कर रहा ആ ജനലും വാതിലും എല്ലാം തുറക്കാനായിട്ട് ശ്രമിച്ചു. और याजक बुलाया शमूएल को। പുരോഹിതൻ ശമൂവേൽ ബാലനെ വിളിച്ചു. शमूएल परमेश्वर आपसे क्या बात किया रात को? താൻ ചോദിച്ചു, ശമൂവേലേ എന്താണ് രാത്രിയിൽ ദൈവം നിന്നോട് സംസാരിച്ചത്? मेरे से आप कुछ भी नहीं सीक्रेट करना। എന്നോടൊന്നും ഒളിച്ചു വെക്കേണ്ട, എല്ലാം പറയുക. अगर आप ऐसा करेंगे आपको भी बहुत तकलीफ होता है। അങ്ങനെ നീ ഒളിച്ചു വെക്കുകയാണെങ്കിൽ നിനക്കും ചില കഷ്ടങ്ങൾ ഉണ്ടാകും. बालक शमूएल बहुत डर लगा। ശമൂവേൽ ബാലന് വളരെ ഭയമുണ്ടായി. और उसका बाद तुरंत क्या परमेश्वर उनसे बात किया
पूरा बोल दिया। അതിനുശേഷം ശമൂവേൽ ദൈവം തന്നോട് സംസാരിച്ചത് എന്തൊക്കെയാണോ അതേപോലെ തന്നെ എലിയോട് സംസാരിച്ചു. अभी याजक भी तैयार है परमेश्वर का क्या वचन दिया वो वचन को मानने के लिए। അപ്പോൾ പുരോഹിതനും തയ്യാറായി ദൈവം തന്നോട് സംസാരിച്ച കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. यस, हम देखते हैं परमेश्वर शमूएल को अच्छा रीति से ट्रेन किया। ദൈവം ശമൂവേൽ ബാലനെ നല്ല രീതിയിൽ എടുത്തുപയോഗിച്ചു. आप 7वें अध्याय में आते हैं, അതിന്റെ 7ാം അധ്യായത്തിൽ വരുമ്പോൾ हम देखते हैं शमूएल एक अच्छा प्रॉफिट बनता है നാം കാണാൻ സാധിക്കും ശമൂവേൽ നല്ല പ്രോഫറ്റ്, നല്ല ഒരു പ്രവാചകനായി തീർന്നു. और अच्छा नेता बनता है നല്ല ഒരു നേതാവായി തീർന്നു. और अच्छा जज भी हो गया। നല്ലൊരു ജഡ്ജിയായി തീർന്നു. 3 जगह में परमेश्वर के लिए अच्छा काम किया। 3 സ്ഥലങ്ങളിൽ ദൈവത്തിന് വേണ്ടി നല്ല സേവനം അനുഷ്ഠിച്ചു. उनका जीवन का अंत के लिए हम 12 अध्याय में देख सकते हैं। ശമൂവേലിന്റെ ജീവിതത്തിന്റെ ലാസ്റ്റ് ദിനങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ 12ാം അധ്യായത്തിൽ നമ്മൾ എത്തണം. वो 12 अध्याय में हमको देखता है इनका सारी जीवन ऑनेस्ट लाइफ है। അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശമൂവേലിന്റെ ജീവിതം മുഴുവനും താൻ വളരെ വിശ്വസ്തനായി ദൈവത്തിന് വേണ്ടി നിന്നവനാണ് എന്ന്. किसी को ना चीट किया, അവൻ വേറെ ആർക്കും വേണ്ടി നിന്നവനല്ല. किसी को ना फोर्स किया, ആരെയും ചീറ്റ് ചെയ്തില്ല, ആരെയും ഫോഴ്സ് ചെയ്തില്ല. लेकिन सभी लोग को अच्छा से अच्छा सेवा किया। എല്ലാവർക്കും വേണ്ടി നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചു. उनका जीवन में वो एक सवाल पूछा। ദൈവം അവന്റെ ജീവിതത്തിൽ ഒരു ചോദ്യം കൊടുത്തു. नो, वो शमूएल ने सारे लोग को बात करने के समय एक सवाल पूछा है। ശമൂവേൽ എല്ലാവരോടും സംസാരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു. कोई आपको ऊपर मेरे के लिए एक बुरा विषय है? You have any bad against me? ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. मैं किसी को कुछ बुरा काम किया आप बोलता है? ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ പറയാമെന്ന് പറഞ്ഞു. सारी क्लेशा लोग बोला नहीं साहब आप हमारे के लिए अच्छा आदमी है। സഭയിലുള്ള എല്ലാവരും പറഞ്ഞു ഒരിക്കലും ഇല്ല യജമാനനെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നല്ലതാണ് ചെയ്തത്. उसका बाद शमूएल जीवन में उनका जज का काम रिटायर्ड हुआ। അതിനുശേഷം തന്നെ ന്യായം വിധിക്കുന്ന ജഡ്ജി ആയിരിക്കുന്ന വേലയിൽ നിന്ന് തന്നെ റിട്ടയർ ആയി. और उनका जीवन में केवल 2 ड्रीम्स डिजायर है। ഇപ്പോൾ 2 സ്വപ്നങ്ങളാണ് തന്റെ ജീവിതത്തിലുള്ളത്, ആഗ്രഹങ്ങളാണ് തന്റെ मैं ജീവിതത്തിലുള്ളത്. कितना समय तक इस जिंदगी में रुकता हूँ उस समय तक मैं आपके लिए विनती ना मानूं। ഞാൻ എപ്പോൾ ഏത് സമയം വരെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് അതുവരെ ഞാൻ ദൈവത്തിന് വേണ്ടിയാണ്. मैं आपके लिए दुआ करूं। ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. दुआ मेरा सेवा है। ആ പ്രാർത്ഥന എന്റെ സേവനമാണ്. ज्यादा समय हम ऐसा योजना नहीं करता है। നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. दुआ करना, विनती करना, परमेश्वर का साथ जाके समय अच्छा करना बहुत बहुत जरूरी है। പ്രാർത്ഥിക്കുന്നത്, അപേക്ഷിക്കുന്നത്, ദൈവത്തോട് കൂടെ ഇരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു നല്ല സേവനമാണ്. हमारा देश के लिए हम दुआ करना, നമ്മൾ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. हमारा कलीसिया के लिए हम दुआ करना, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി हमारा തീരണം. बाल बालिक के लिए दुआ करना, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. हमारे युवा लोग को भी दुआ करना। നമ്മുടെ യുവജനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. लेकिन शमूएल का जीवन अंत होने समय तक वो जरूर परमेश्वर को विनती किया। ശമൂവേലിന്റെ ജീവിതത്തിലെ അന്തിമ നാളുകൾ വരെ താൻ ഈ സേവനം ചെയ്തുകൊണ്ടേ വന്നു. दूसरों लोग के लिए दुआ करना बहुत अच्छा है। മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. उनको भी आशीष मिलता है, അവർക്കും അനുഗ്രഹം ലഭിക്കും, हमको भी आशीष मिलता है। നമുക്കും അനുഗ്രഹങ്ങൾ ലഭിക്കും. और दूसरा डिजायर है, രണ്ടാമത്തെ ആഗ്രഹം ഇതാണ്, मैं आपको वचन सही रीत से आपको सीख सकता है। ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് വചനം നൽകി തരുന്ന ഒരു വ്യക്തിയായി തീരണം. मैं आपके लिए वचन बोलूं, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല വചനങ്ങളെ പറയുന്ന ഒരു വ്യക്തിയായി തീരണം. अच्छा रास्ते में जाने के लिए वचन बहुत बहुत जरूरी है। നല്ല വഴിയിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായി തീരണം. आज हमारे कलीसिया में
अच्छे से नहीं बोल रहा हूँ। ഈ കാലഘട്ടത്തിൽ കാണുവാൻ സാധിക്കും സഭകളിൽ പോലും വചനത്തെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നില്ല. कलीसिया लोग को क्या अच्छा हंस करने के लिए और अच्छा मजा करने के लिए और कुछ ऐसा करने के लिए इंटरेस्ट है, वो बात करने के लिए उन लोग की इच्छा സഭകളിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവരെ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് സഭകളിൽ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ऐसा नहीं होना, അങ്ങനെ ഉണ്ടാകരുത്. हर संडे, എല്ലാ ഞായറാഴ്ചയും, हर अपॉइंटेड टाइम्स में, എല്ലാ സമയത്തും परमेश्वर का वचन अच्छे से हम कलीसिया में जरूर सीखना है. ദൈവത്തിന്റെ വചനം നല്ല രീതിയിൽ സഭകളിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. हर पुस्तक से, എല്ലാ പുസ്തകത്തിൽ നിന്നും, हर चैप्टर से, എല്ലാ അധ്യായത്തിൽ നിന്നും हमारे कलीसिया को हम टीच करना जरूरी है. നമ്മുടെ സഭകളിലുള്ളവരെ നമ്മൾ വചനത്താൽ പഠിപ്പിക്കണം. If शमूएल जीवन ऐसा एक नमूना है हमको आज, ശമൂവേലിന്റെ ജീവിതം അങ്ങനെ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ हमारा जिंदगी में एक बड़ा सुप्रीम कोर्ट जज ना होता है, നമ്മുടെ ജീവിതത്തിന് മുന്നിൽ ഒരു വലിയ സുപ്രീം കോടതിയുടെ ജഡ്ജി ആകത്തില്ല. लेकिन परमेश्वर का वचन मानने आदमी होता है. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആയിത്തീരുന്നത് ദൈവത്തിന്റെ വചനം പാലിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ और തീരും. परमेश्वर का वचन को मानने का औरत होता है. നമ്മൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു സ്ത്രീയായി തീരും. हमारा जिंदगी बहुत बहुत खुशी में रखता है. നമ്മുടെ ജീവിതം നല്ലൊരു ആനന്ദത്തിലുള്ള ജീവിതമായി തീരും. हमारा जिंदगी बहुत प्रशांत होता है. നമ്മുടെ ജീവിതം ഒരു നല്ലൊരു പ്രശാന്തമായ ജീവിതമായി തീരും. हमारा परिवार अच्छा होता है. നമ്മുടെ കുടുംബങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കും. हमारा कलीसिया अच्छा होता है. നമ്മുടെ സഭകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. और हमारा देश भी आगे बढ़ता है. നമ്മുടെ ദേശവും നല്ല രീതിയിൽ മുന്നോട്ട് വളരും. ये खुशी है आपको? അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണോ? जैसा शमूएल इस जिंदगी में जिया है, ऐसा हम भी जीना का परमेश्वर का इच्छा है. എങ്ങനെയാണോ ശമൂവേൽ തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്, അങ്ങനെ ഞാനും നിങ്ങളും ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. हर बच्चा और बच्ची आप दुआ करना. നിങ്ങൾ കുട്ടികളും എല്ലാവരും പ്രാർത്ഥിക്കുന്നവരായി തീരണം. आने वाले दिनों में हमारा देश के लिए, कलीसिया के लिए, सोसाइटी के लिए വരും ദിനങ്ങളിൽ നിങ്ങളുടെ ദേശത്തിന് വേണ്ടി, നിങ്ങളുടെ സഭകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. एक अच्छा नमूना आप बनना जरूरी है. നിങ്ങൾ നല്ലൊരു ഉദാഹരണമായി തീരണം. परमेश्वर हमको बुलाया है, ദൈവം നമ്മളെല്ലാവരെയും വിളിച്ചു. हम ऐसा काम करना है. നമ്മൾ അങ്ങനെയുള്ള വേലകളാണ് ചെയ്യേണ്ടത്. मैं 3 साल आपका पास में थोड़ा समय खर्चा किया इधर. ഈ 3 ദിവസം നിങ്ങളുടെ മുമ്പിൽ 3 ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. और पापी साहब मेरा पास गुंटूर आने के समय मेरे को इतना जानते हैं, नहीं जानते हैं. നിങ്ങളുടെ സാർ എന്റെ വീട്ടിൽ എന്റെ ഗ്രാമത്തിൽ കടന്നു വന്നപ്പോൾ നിങ്ങൾ ഇത്ര അധികം പരിചയമില്ല. छोटा बिजनेस के लिए हम लोग मिला है, ഞങ്ങൾ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് കണ്ടുമുട്ടിയത്. डिस्कस किया, हम पूरा किया. ഞങ്ങൾ ചില ഡിസ്കഷൻ ഒക്കെ ചെയ്തതിനു ശേഷം ഞങ്ങൾ പിരിഞ്ഞു. बट मेरे को नहीं जानते हैं. ഞങ്ങൾ അധികം इस അറിയുന്നവരല്ലായിരുന്നു. समय ऐसा आकर आपका साथ 3 दिन रुके और अच्छा संगति मिलने के ഈ लिए പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആയിരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. मैं देखा है आपका मिनिस्ट्री का नाम है लाइट ऑफ होप. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുടെ പേരാണ് പ്രത്യാശ ദീപം. इट्स वेरी गुड. അതൊരു നല്ലൊരു പേരാണ്. आप हम अभी देखा है पहला शमूएल का पुस्तक में 7वें अध्याय 12 वचन में देखता है. ഒന്ന് സമൂയേൽ അതിന്റെ 7-ാം അധ്യായം 12-ാം വചനത്തിൽ നിങ്ങൾ കാണുവാൻ സാധിക്കും. अभी तक हमारा परमेश्वर हमारा साथ है, हमको अभी भी लेके सकता है. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇന്നുവരെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് വഴി നടത്തുവാൻ അവൻ യോഗ്യനാണ്. Yes, this 50 years परमेश्वर आपको आगे लेके गया. അതാണ് ദൈവം സംസാരിക്കുന്നത്. ഇനിയും ഞാൻ നിങ്ങളെ മുന്നോട്ട് വഴി നടത്തും. और आने वाले दिनों में भी परमेश्वर आपको आशीष देगा. വരും കാലങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. आपका मिनिस्ट्री, നിങ്ങളുടെ ഈ മിനിസ്ട്രി അനുഗ്രഹിക്കും. और यू लोग को നിങ്ങളുടെ ഇവിടെയുള്ള യൗവനക്കാരെയും. दूसरा अध्याय आप देखेंगे, एक अच्छा वचन है. 2-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു നല്ല വചനം അവിടെയുണ്ട്. आप परमेश्वर को मानते हैं, परमेश्वर जरूर आपको मानता है. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാണ് എങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളെയും കേൾക്കുന്നവരാണ്. बहुत बहुत इम्पोर्टेंट वचन है. അതൊരു വളരെ വളരെ പ്രാമുഖ്യമുള്ള വചനമാണ്. उनका जाने के बाद, उसका वचन के बाद आप थोड़ा चिंता करो. നിങ്ങൾ റൂമിൽ കടന്നുപോയതിനു ശേഷം ഈ വചനങ്ങൾ എടുത്ത് നിങ്ങൾ ധ്യാനിക്കുക. और साउल के बारे में भी परमेश्वर एक वचन बोला है. ശൗലിന്റെ ജീവിതത്തെ കുറിച്ചും ദൈവം നല്ലൊരു വാക്യം നമുക്ക് നൽകി തന്നിട്ടുണ്ട്.
परमेश्वर सैक्रिफाइस को नहीं इच्छा कर रहा है, लेकिन आपको दिल को इच्छा है। ദൈവം ഈ യാഗങ്ങളിൽ മാത്രം പ്രസാദിക്കുന്ന ദൈവമല്ല, നമ്മുടെ ഹൃദയത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. To obey is better than sacrifice. നമ്മൾ അവനെ അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യാഗം അർപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ അവന്റെ വാക്കുകൾ അനുസരിക്കുന്നത്. To heed is better than offering fat animals. നമ്മൾ നേർച്ചകൾ നേരുന്നതിനേക്കാൾ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. और दाऊद के बारे में भी एक अच्छा वचन है इसमें। ദാവീദിനെ കുറിച്ച് ഒരു നല്ല വചനമുണ്ട്. वो याजक वो शमूएल प्रॉफिट और सारे पेरेंट्स लोग ढूंढ रहा है ये एक्सटर्नल क्वालिटीज के लिए। ശമൂവേൽ പ്രവാചകൻ ഈ വെളിയിലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ചിലരിൽ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, लेकिन परमेश्वर देख रहा है इंटरनल कैरेक्टर के लिए। ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ കണ്ടത് അവന്റെ ഹൃദയത്തിലുള്ള ചിന്തകളെയാണ്. I am not interested in the external qualities of the leader. ദൈവം പറയുന്നത് ഞാൻ നിങ്ങളുടെ ബാഹ്യമായ കാര്യങ്ങളല്ല നോക്കുന്നത്, लेकिन मैं जरूर देखता है अंदर आपका दिल में कैसा परमेश्वर को जीने के लिए इच्छा है। നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ പ്ലാനുകൾ പദ്ധതികളുണ്ട് അതാണ് ദൈവം കാണുന്നത്. आज परमेश्वर हम सभी को मदद करना। ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. इस दिनों में या बच्चा और युवा लोग और कलीसिया और परिवार लोग और सोसाइटी हम सब परमेश्वर के लिए अच्छा गवाही बनने का जरूरी है। ഈ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ദൈവത്തിന്റെ നല്ല സാക്ഷികളായി തീരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. हमारा मॉडल परमेश्वर यीशु मसीह है। നമ്മുടെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ദൈവമായ യേശു കർത്താവാണ്. यीशु मसीह इस दुनिया में जीने के समय लूक 2:52 वर्ष में देखता है स्पिरिचुअली, फिजिकली और सोशली और इंटेलेक्चुअली बहुत आगे बढ़ गया। ലൂക്കോസ് സുവിശേഷം 2:15 എഴുതി വെച്ചിരിക്കുന്നത് യേശുക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചപ്പോൾ താൻ ശാരീരികമായി, താൻ ആത്മീയമായി, താൻ സാമാജിക രൂപത്തിൽ എന്ന് വെച്ചാൽ താൻ എല്ലാ രൂപത്തിലും താൻ വളരെ നന്നായിട്ടൊരു ജീവിതം കഴിച്ച ഒരു വ്യക്തിയാണ്. उसका बाद यीशु मसीह का जिंदगी क्रूस पर हमके लिए चढ़ा और हमको बचाया। അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും അവൻ പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് ക്രൂശിൽ മരിക്കുവാനായി തീർന്നു. परमेश्वर आपको मेरे को आज बुला रहा है इस परमेश्वर को ग्रहण करके इस परमेश्वर के लिए जीने के लिए और इस परमेश्वर का सुसमाचार लोग को बांटने। ആ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിക്കുക, എന്റെ സേവനത്തിൽ നിങ്ങൾ ആയിരിക്കുക, എന്റെ വചനത്തെ നിങ്ങൾ പാലിക്കുക. ऐसा परमेश्वर का वचन पालन करने के लिए परमेश्वर हम सभी को मौका दे। അങ്ങനെ ദൈവത്തിന്റെ വചനങ്ങളെ പാലിക്കുന്നവരായി തീരാൻ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി തരട്ടെ. मेरे को बहुत बहुत खुशी है आपका साथ ये थोड़ा समय इकट्ठा करने के लिए मेरे को ऐसा एक मौका दिया वचन भी बोलने के लिए मैं बहुत धन्यवाद करना चाहता हूं सभी को। എനിക്ക് ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കാൻ നൽകി തന്ന നല്ല അവസരത്തിനായി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി